അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റാണ് ലെറ്റർ ടു ഗോഡ്. ദൈവത്തിനൊരു കത്താണ്. ഈ പേരിൽ തന്നെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു വിവരിക്കുകയാണ് അല്ലേ. ഇതിനടിയിൽ ഒരു പോയുണ്ട്. വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ, വെൻ ദ വിൻഡ് സ്റ്റോപ്സ് യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ. എന്താണ് ഈ പോയം പറയുന്നത്? നീല കുന്നിൻ മുകളിൽ നിൽക്കുന്ന വെള്ള ചെമ്മരിയാടെ, കാറ്റ് നിർത്തുമ്പോൾ നീ എന്താണ് അവിടെ നിൽക്കുകയാണ് അല്ലേ. ദെൻ ദ വിൻഡ് ബ്ലോസ്, കാറ്റടിക്കുമ്പോൾ യു വാക്ക് എവേ സ്ലോലി, നീ മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങും. വൈറ്റ് ഷീപ്പ് വേർ ഡു യു ഗോ, വെള്ള ചെമ്മരിയാടെ നീ എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെയുള്ളൊരു പോയാണ് അല്ലേ. ഈ പോയത്തിൽ ഈ കുട്ടി എന്താണ് മേഘങ്ങളെ കൈ ചൂണ്ടിയാണ് പറയുന്നത് അല്ലേ. ശരിക്കും നീല കുന്നിൻ മുകളിൽ നിൽക്കുന്ന വെള്ള ചെമ്മരിയാട് എന്ന് പറഞ്ഞത് ആരാണ് ഈ കവി ഉദ്ദേശിക്കുന്നത്? മേഘങ്ങളാണ് അല്ലേ. നീല ആകാശത്തിലുള്ള മേഘങ്ങളെയാണ്, വൈറ്റ് ക്ലൗഡ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനടിയിൽ ചോദ്യമുണ്ട്, ഹു ഈസ് ദ പോയറ്റ് ടോക്കിംഗ് ടു? ഈ പോയറ്റ് ആരോടെയാണ് സംസാരിക്കുന്നത്? ക്ലൗഡ്സിനോടാണ് അല്ലേ. ഹൂ ഡസ് ദ പോയറ്റ് അഡ്രസ്സസ് ആസ് വൈറ്റ് ഷീപ്പ് ആയിട്ട് ആരെയാണ് പറയുന്നത്? ക്ലൗഡ്സിനെ അല്ലേ. ഇത്രയാണ് ഈ പോയം. നെക്സ്റ്റ് ഈ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ പ്ലഷർ ഓഫ് റെയിൻ. ഡു യു ടോക്ക് ടു ദ റെയിൻ, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ക്ലൗഡ്സ്? നിങ്ങൾ മഴയോടും പൂക്കളോടും പക്ഷികളോടും മേഘങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ മാൻ ഹു ടോക്ക് ടു ദ റെയിൻ. മഴയോട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു കഥയാണ്. ഇതാ ഇവിടെ ഒരു താഴെ ഒരു ചിത്രമുണ്ട് അല്ലേ. നമുക്ക് എന്താണെന്ന് നോക്കാം. ദ ഹൗസ്, ദ ഓൺലി വൺ ഇൻ ദ വോൾ വാലി, സാറ്റ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ. താഴ്വരയിൽ ആകെയുള്ള ഒരു വീടാണ്. അതെവിടെ സ്ഥിതി ചെയ്യുന്നത്? കുന്നിൻ്റെ ചെരുവിൽ സ്ഥിതി ചെയ്യുകയാണ്. ഫ്രം ദ ഹൈറ്റ് വൺ കുഡ് സീ ദ റിവർ ആൻഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ് ദാറ്റ് ഓൾവേസ് പ്രോമിസ്ഡ് എ ഗുഡ് ഹാർവസ്റ്റ്. എന്താ പറയുന്നത്? ആ ഹൈറ്റിൽ നിന്ന് നോക്കിയാൽ അവർക്ക് പുഴ കാണാം, അതുപോലെ എപ്പോഴും വിളവെടുപ്പ് നടക്കുന്ന പൂക്കൾ നിറഞ്ഞ ചോളത്തിൻ്റെ പാടവും കാണാമായിരുന്നു. ദ ഓൺലി തിങ് ദ എർത്ത് നീഡഡ് വാസ് എ ഡൗൺ പോർ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. ഭൂമിക്ക് വേണ്ടത് ഒന്നൊരു ചാറ്റൽ മഴയോ അല്ലെങ്കിൽ ഒരു നനവ് മാത്രമായിരുന്നു. ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെഞ്ചോ ഹാഡ് ഡൺ നത്തിങ് എൽസ് ബട്ട് ലുക്ക് അറ്റ് ദ സ്കൈ ടുവേർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. ഈ കഥയിലെ മെയിൻ ക്യാരക്ടറായ ലെഞ്ചോ വെറുതെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തിലുള്ള ആകാശത്തേക്ക് നോക്കി നിൽക്കുകയല്ലാതെ രാവിലെ മുതൽ ഒന്നും ചെയ്തില്ല. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ. നമുക്ക് ഇന്ന് കുറച്ച് മഴ കിട്ടാൻ സാധ്യതയുണ്ട്. ലെഞ്ചോ എങ്ങനെ ഒരു സ്ത്രീയോട് ഇങ്ങനെ പറയാണ്. ദ വുമൻ ഹു വാസ് പ്രിപ്പയറിങ് സപ്പർ റിപ്ലൈഡ്, യെസ് ഗോഡ് വില്ലിങ്. രാത്രിയത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീ, ആ ശരി, ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് മഴ കിട്ടും. ഡ്യൂറിങ് ദ മീൽ ബിഗ് ഡ്രോപ്സ് ഓഫ് ദ റെയിൻ ബിഗൻ ടു ഫോൾ. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് വലിയ മഴത്തുള്ളികൾ പെയ്യാൻ തുടങ്ങി. ഹ്യൂജ് മൗണ്ടെയിൻ ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. എന്താ പറയുന്നത്? മേഘങ്ങളുടെ വലിയ പർവ്വതങ്ങൾ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നിയില്ലേ. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. ആ വായു ഫ്രഷും അതുപോലെ മധുരമുള്ളതുമായിരുന്നു. ലെഞ്ചോ വെൻറ്റ് ഔട്ട് ടു ഹാവ് പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. ലെഞ്ചോ അവൻ്റെ ശരീരത്തിൽ മഴയുടെ ഒരു ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. എന്നിട്ട് ലെഞ്ചോ പറയാണ്, ദീസ് ആർ നോട്ട് റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഫ്രം ദ സ്കൈ, ദേ ആർ ലൈക്ക് ന്യൂ കോയിൻസ്. ഈ ആകാശത്തു നിന്ന് വരുന്നത് മഴത്തുള്ളികളല്ല, പക്ഷെ അതെന്താണ്? പുതിയ കോയിനുകളാണ്. ദ ബിഗ് ഡ്രോപ്സ് ആർ 10s ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ 5. വലിയ തുള്ളികൾ 10ൻ്റെയും ചെറിയത് 5ൻ്റെയും ആണെന്നാണ് ലെഞ്ചോ പറയുന്നത്. നെക്സ്റ്റ് പേജ്, എ നൈറ്റ് ഓഫ് സോറോ. ദുഃഖത്തിൻ്റെ ഒരു രാത്രി. ഹി ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രേപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. മഴ നല്ലപോലെ കിട്ടിയ പൂക്കൾ നിറഞ്ഞ ആ കോണിൻ്റെ പാടത്തേക്ക് ലെഞ്ചോ നോക്കി. ബട്ട് സഡൻലി ഈ സ്ട്രോങ് വിൻഡ് ബിഗൻ ടു ബ്ലോ. പെട്ടെന്നൊരു ശക്തിയായിട്ട് കാറ്റടിക്കാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗൻ ടു ഫോൾ. വലിയ ആലിപ്പഴങ്ങൾ വീകാൻ തുടങ്ങി. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നോ എക്സ്ക്ലെയിംഡ് ലെഞ്ചോ. ലെഞ്ചോ ഇങ്ങനെ പറയാണ്,
ഇത് വളരെ മോശമായി തുടങ്ങുകയാണല്ലോ. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. എന്തായാലും ഇതൊന്ന് പെട്ടെന്ന് അവസാനിക്കുമെന്ന് വിചാരിക്കുക. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി. പക്ഷെ അതെന്തായില്ല, പെട്ടെന്ന് ആ മഴയും കാറ്റും ഒന്നും അവസാനിച്ചില്ല. ഇറ്റ് hailed for an hour on the house, the garden, the hillside, the cornfield and the whole valley. മണിക്കൂറോളം വീട്ടിലും പൂന്തോട്ടത്തിലും മലഞ്ചെരുവിലും കോണിൻ്റെ പാടത്തും മുഴുവൻ വാലിയിൽ തന്നെ ആലിപ്പഴം പെയ്തു. The field was white as if the covered with salt. ഉപ്പ് വിതറിയ മാതിരി പാടം ഒന്നായിട്ട് വെള്ള കളറായി. Not a leaf remained on the trees. മരങ്ങളിൽ ഒരു ഇല പോലും ബാക്കിയുണ്ടായിരുന്നില്ല. The corn was totally destroyed. മുഴുവൻ ചോളവും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. The flowers had disappeared from the plants. മരങ്ങളിൽ നിന്നൊക്കെ പൂക്കളൊക്കെ അപ്രത്യക്ഷമായി. Lenjo's soul was filled with sadness. ലെഞ്ചോൻ്റെ ഹൃദയം സങ്കടം കൊണ്ട് നിറഞ്ഞു. That night was a sorrowful one. വളരെ ദുഃഖപൂർണമായൊരു രാത്രിയായിരുന്നു അത്. This year we will have no corn. ഈ വർഷം നമുക്കൊരു കോൺ പോലും ഉണ്ടാവില്ല. There is no one to help us. നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. We will all gone hungry this year. ഈ വർഷം നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. But in the hearts of all who lived in that solitary house, there was a single hope. ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്ടിൽ എല്ലാവരുടെ ഹൃദയത്തിൽ എന്തോ ഒരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താണ് ആ പ്രതീക്ഷ? ഹെൽപ്പ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ളൊരു സഹായം ഉണ്ടാവും എന്നുള്ളതായിരുന്നു അവരുടെ പ്രതീക്ഷ. All through the night, Lenjo thought only of his one hope, God. ആ രാത്രി മുഴുവനും ലെഞ്ചോ ചിന്തിച്ചത് ഒറ്റ കാര്യമാണ്, ദൈവത്തിൽ നിന്നുള്ളൊരു സഹായം, ആ ഒരു പ്രതീക്ഷയാണ്. എന്താവില്ലേ? നെക്സ്റ്റ് പേജ് അറ്റ് ദ പോസ്റ്റ് ഓഫീസിലേക്ക്. ലെഞ്ചോ വാസ് എൻ ഓക്സ് ഓഫ് എ മാൻ. മനുഷ്യന്മാരിലെ ഒരു കാളയെ പോലെയായിരുന്നു ലെഞ്ചോ. വർക്കിംഗ് ലൈക്ക് എൻ ആനിമൽ ഇൻ ദ ഫീൽഡ്സ്, സ്റ്റിൽ ഹീ ന്യൂ ഹൗ ടു റൈറ്റ്. പാടങ്ങളിൽ ഒരു മൃഗത്തെ പോലെ അധ്വാനിക്കുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴും എഴുതാനറിയാം. ദ ഫോളോയിങ് സൺഡേ, ഞായറാഴ്ച, അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗൻ ടു റൈറ്റ് എ ലെറ്റർ. അവനൊരു കത്ത് എഴുതാൻ തുടങ്ങി. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് ആർക്കുള്ള കത്തായിരുന്നു? ദൈവത്തിനുള്ളൊരു കത്തായിരുന്നു. എന്താ കത്തിൽ? ഡിയർ ഗോഡ്, എൻ്റെ ദൈവമേ, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ, മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. എന്താ പറയുന്നത്? അങ്ങനെ സഹായിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ ഫാമിലിയും ഈ വർഷം പട്ടിണിയാകും. I need 100 pesos in order to sow my field again and to live until the crop comes. എനിക്ക് 100 പെസസ് വേണം. എന്തിനാണ്? വീണ്ടും പാടത്ത് വിളയിക്കാനും വിളവാവുന്നത് വരെ ജീവിക്കാനും വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഓഫ് ദ ഹെയിൽ സ്റ്റോം യു സെൻഡ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അയച്ച ആലിപ്പഴം നിറഞ്ഞുള്ള കൊടുങ്കാറ്റ് കാരണം എല്ലാം നഷ്ടപ്പെട്ടു. ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ് ലെഞ്ചോ. പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ലെഞ്ചോ ഒരു ഒപ്പിടുകയാണ് അല്ലേ? ഇത് നമുക്ക് കാണാം. ഹി റോട്ട് ടു ഗോഡ് ഓൺ എൻവലപ്പ് ആൻഡ് വെന്റ് ടു ടൗൺ. ലെറ്ററിന് പുറത്തുള്ളൊരു കവർ ഉണ്ടാവില്ല, കവറിൽ ടു ഗോഡ്, ദൈവത്തിനെന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സ് വെച്ചിട്ട് ടൗണിലേക്ക് പോവാണ്. ആര്? ഈ ലെഞ്ചോ. നമ്മൾ ആരെങ്കിലും ദൈവത്തിന് കത്ത് എഴുതുമോ? ലെഞ്ചോയുടെ അഗാധമായ ദൈവവിശ്വാസമാണ് ഈ കഥയിൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. At the post office, he pasted a stamp on the letter and dropped it into the mailbox. പോസ്റ്റ് ഓഫീസിലെത്തിയപ്പോൾ ആ ലെറ്ററിൻ്റെ മുകളിൽ ഒരു സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് മെയിൽ ബോക്സിലേക്ക് ലെഞ്ചോ ഡ്രോപ്പ് ചെയ്തു. ലെഞ്ചോ എന്തായാലും പോസ്റ്റ് ഓഫീസിലെ മെയിൽ ബോക്സിൽ ലെറ്റർ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനി എന്താ ഉണ്ടായതെന്ന് നോക്കാം. The postman went to his boss laughing heartily. ഹൃദയം നിറഞ്ഞ് ചിരിച്ചും കൊണ്ട് പോസ്റ്റ്മാന് അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ അടുത്തേക്ക് വരികയാണ്. He showed him the letter to God. ദൈവത്തിന് അയച്ച ആ കത്ത് അദ്ദേഹത്തിന് ആ പോസ്റ്റ്മാൻ കാണിച്ചു കൊടുത്തു. The postmaster also broke into a laugh. ആ മാസ്റ്റർക്ക് പെട്ടെന്ന് ചിരി വന്നു. But immediately he turned serious. പെട്ടെന്ന് ആ പോസ്റ്റ്മാൻ സീരിയസ് ആവാൻ തുടങ്ങി. What a faith! എന്തൊരു വിശ്വാസമാണ് അയാൾക്ക്. I wish I had the faith of a man who wrote his letter. പോസ്റ്റ്മാൻ ഇങ്ങനെ പറയാണ്,
ഈ ലെറ്റർ എഴുതി ഈ മനുഷ്യനെ പോലെ എനിക്കും ഇതുപോലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻറ്റ് വിത്ത് ഗോഡ്. ഈ ദൈവത്തിൽ നിന്നൊരു തിരിച്ചൊരു മറുപടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. പോസ്റ്റ് മാസ്റ്റർ ഒരു ഐഡിയയും കൊണ്ടുവന്നു. സെൻഡ് എ റിപ്ലൈ ടു ലെൻജോ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് ഒരു കത്ത് ലെൻജോക്ക് നമുക്ക് തിരിച്ചയക്കാം. ബട്ട് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ, ഇങ്ക് ആൻഡ് പേപ്പർ ടു ആൻസർ ദ ലെറ്റർ. ഒരു ലെറ്റർ ഒരു പേപ്പറും പെന്നും ഒരു പ്രതീക്ഷയും വെച്ച് എഴുതുന്നതിനപ്പുറം കുറച്ചും കൂടി അധികം എന്തെങ്കിലും വേണമായിരുന്നു. ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദ എംപ്ലോയി ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിലുള്ള എംപ്ലോയികളുടെ കളക്ഷൻ എടുത്ത്, അതുപോലെ ഹി ഹിംസെൽഫ് ഗേവ് എ പാർട്ട് ഓഫ് എ സാലറി. അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്ന് ഒരു ഭാഗം കൂടി എടുത്തിട്ടാണ് എന്ത് ഇവന് ലെറ്റർ അയക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫ്രം ഹിം ടു പുട്ട് ടുഗദർ 100 pesos. ഒരു 100 pesos ഈ ലെറ്ററിൽ ഒരുമിച്ച് കൂട്ടാൻ വളരെ കഷ്ടപ്പാടായിരുന്നു. ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാമേഴ്സ് ഓൺലി 70 pesos. അദ്ദേഹത്തിന് ആകെ 70 pesos മാത്രമേ സെൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഹി പുട്ട് ദ മണി ഇൻ എൻ എൻവലപ്പ് അഡ്രസ് ടു ലെൻജോ. ലെൻജോക്ക് അഡ്രസ്സ് ചെയ്ത ആ ലെറ്ററിൽ ഇത്രയും 70 pesos ഇട്ടിട്ട് ഈ പോസ്റ്റ്മാൻ എന്താണ് കത്തയക്കുകയാണ്. ഹി സെൻഡ് എ ലെറ്റർ അലോങ് വിത്ത് ഇറ്റ്. ഇറ്റ് കണ്ടെയ്ൻ ഓൺലി എ സിഗ്നേച്ചർ ഗോഡ്. അതിലെന്താ ഉണ്ടായിരുന്നുള്ളൂ? അഡ്രസ്സൊന്നുമില്ല, പക്ഷേ ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഗ്നേച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോഡ് റിപ്ലൈസ്. ദ ഫോളോയിങ് ഡേ ലെൻജോ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ. അടുത്ത ദിവസം ലെൻജോ പോസ്റ്റ് ഓഫീസിലേക്ക് ആദ്യത്തേക്കാട്ടും കുറച്ച് നേരത്തെ പോകാൻ തുടങ്ങി. ഹി ആസ്ക്ഡ് ദ പോസ്റ്റ്മാൻ ഇഫ് ദർ വാസ് എ ലെറ്റർ ഫോർ ഹിം. പോസ്റ്റ്മാനോട് അദ്ദേഹം ചോദിച്ചു ലെറ്റർ എന്തെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചു. ദ പോസ്റ്റ്മാൻ ഹാൻഡഡ് എ ലെറ്റർ ടു ഹിം. അപ്പോൾ പോസ്റ്റ്മാൻ എന്താണ് ഒരു ലെറ്റർ അദ്ദേഹത്തിന് കൈമാറി. ദ പോസ്റ്റ് മാസ്റ്റർ ലുക്ക്ഡ് ഓൺ ഫ്രം ദ ഡോർവേ ഓഫ് ഹിസ് ഓഫീസ്. ഓഫീസിൻ്റെ ഒരു വാതിലിൻ്റെ സൈഡിൽ കൂടെ ലെൻജോനെ പോസ്റ്റ് മാസ്റ്റർ നോക്കി. ലെൻജോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ ദ സീയിങ് ദ മണി. ലെറ്ററിൽ മണി ഉണ്ടായിരുന്നു. ആ പൈസ കണ്ടിട്ട് ലെൻജോയ്ക്ക് എന്താണ് ഒരു ഇത്തിരി പോലും ആശ്ചര്യം തോന്നിയില്ല. സച്ച് വാസ് ഇസ് കോൺഫിഡൻറ്റ്. അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഹി ബിക്കെയിം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. പക്ഷെ പൈസ എണ്ണി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് ഒരിക്കലും എന്താണ് തെറ്റ് പറ്റില്ല. ഇമ്മീഡിയറ്റ്ലി ലെൻജോ വെൻറ്റ് അപ്പ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ എ പേപ്പർ ആൻഡ് ഇങ്ക്. ലെൻജോ ജനലിൻ്റെ അടുത്തേക്ക് പോയിട്ട് പേപ്പറും ഇങ്കിനും ചോദിക്കുകയാണ് അല്ലേ. എന്താ സംഭവം? ഗോഡിന് ലെറ്റർ അയച്ചിട്ട് പറഞ്ഞത് 100 pesos-നാണ്. പക്ഷേ ഈ പോസ്റ്റ്മാനാണെന്ത് ഈ മണി അറേഞ്ച് ചെയ്ത് അതിൽ വെച്ചത്. പക്ഷേ ആകെ എത്രയാണ്? 70 pesos ഉള്ളൂ. അപ്പോൾ ഈ 70 pesos 100 pesos ചോദിച്ചിട്ട് 70 pesos തന്നതിനുള്ള ദേഷ്യമാണെന്ത് ലെൻജോക്ക്. ലെൻജോൻ്റെ വിശ്വാസം എന്താണ്? ദൈവം എന്തായാലും ഇത്രയും മണി തരും എന്നുള്ളൊരു വിശ്വാസമാണ്. അതാണ് ലെൻജോൻ്റെ കോൺഫിഡൻസ് എന്ന് ഇവിടെ പറയുന്നത് അല്ലേ. ഇനി എന്താ ഉണ്ടായത്? ഹി സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ. ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. പബ്ലിക്കായിട്ട് എഴുതുന്നൊരു ടേബിൾ ഉണ്ട്, അവിടേക്ക് പോയിട്ട് എഴുതാൻ തുടങ്ങി. വെൻ ഹി ഫിനിഷ്ഡ്, എഴുതി കഴിഞ്ഞപ്പോൾ ഹി വെൻറ്റ് ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. സ്റ്റാമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് വിൻഡോൻ്റെ അടുത്തേക്ക് പോയി. He licked the stamp and then affixed it on the envelope with a thumb of his fist. അദ്ദേഹം സ്റ്റാമ്പ് നെക്കി എന്നിട്ട് മുഷ്ടി ചുരുട്ടി കവറിലൊട്ടിച്ചു. The moment of the letter fell into the mail box, the postmaster went to open it. ഈ മെയിൽ ബോക്സിലേക്ക് ഈ ലെറ്റർ വീണ ആ നിമിഷം തന്നെ പോസ്റ്റ് മാസ്റ്റർ എന്താണ് ആ ലെറ്റർ തുറക്കാൻ വേണ്ടി പോയി. എന്താണ് ആ ലെറ്റർ? Merciful God, കരുണയുള്ള ദൈവമേ, ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ ഓൺലി 70 pesos റീച്ച്ഡ് മീ. ഞാൻ ചോദിച്ച പണത്തിൽ എനിക്ക് 70 pesos മാത്രമേ എന്നിലേക്ക് എത്തിയിട്ടുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ്. ബാക്കിയുള്ള പണം എനിക്ക് അയച്ചു തരണേ. സിൻസ് ഐ നീഡ് ഇറ്റ് വെരി ബാഡ്ലി. എനിക്ക് എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് എന്തായാലും അത് ആവശ്യമാണ്. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ. പക്ഷേ അതെനിക്ക് ഒരിക്കലും എന്താണ് മെയിലിൽ കൂടെ അയക്കരുത്. ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. പോസ്റ്റ് ഓഫീസിലുള്ള
പല ജീവനക്കാരെന്താണ് കള്ളന്മാരാണെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് ലെഞ്ചോ പേരെഴുതി ഒപ്പിട്ടതാണ് അല്ലേ. ഈ കഥയിൽ ലെഞ്ചോ എന്താണ് അമിതമായ ദൈവവിശ്വാസിയാണ്. ദൈവത്തോടുള്ള വിശ്വാസം കാരണമാണ് ലെറ്റർ കൂടി പൈസ ചോദിക്കുന്നതും ദൈവം പോസ്റ്റ് വഴി പൈസ അയച്ചെന്നും ലെഞ്ചോ വിചാരിക്കുന്നത്. ഒരിക്കലും എന്താണ് പൈസ കുറവായിട്ട് അയക്കുമെന്ന് ലെഞ്ചോ വിചാരിക്കുന്നതേ ഇല്ല. അത്രക്ക് പോലും എന്താണ് ദൈവത്തോടുള്ള വിശ്വാസമാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഇതാണ് ഈ സ്റ്റോറി കേട്ടോ.